മലപ്പുറം പൊന്നാനിയിൽ കണ്ടെത്തിയ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കഴിഞ്ഞ ദിവസമാണ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. 80,000-ലധികം വ്യാജ സർട്ടിഫിക്കറ്റുകൾ പോലീസ് പിടികൂടിയിരുന്നു. സംഭവത്തിൽ തിരൂർ സ്വദേശികളായ 7 പേരുൾപ്പെടെ 10 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ശിവദാസ് കന്മനമുണ്ട്. ശിവദാസ്, കൂടുതൽ വിവരങ്ങൾ. ഇന്നലെയാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ഇത്തരത്തിൽ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തിയത്. അതായത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പോലീസ് ഇത് നിരീക്ഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ മാസം അറസ്റ്റിലായ ഇർഷാദ് എന്ന യുവാവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇത്തരത്തിൽ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. ഏകദേശം 80,000-ഓളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ നിന്നും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. രാജ്യത്തെ 22 സർവകലാശാലയിലെ സർട്ടിഫിക്കറ്റുകളാണ് ഇങ്ങനെ നിർമ്മിച്ചിരുന്നത്. മറ്റ് അന്തർ സംസ്ഥാന സംഘമാണ് ഇവർ. അതായത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇവർക്ക് ഏജന്റുമാരുണ്ട്. കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും ഈ വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിനും അതിന് കൂടുതൽ ആളുകളെ അത് എടുപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഏജന്റുമാർ ഇവർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വലിയ സംഘത്തെയാണ് ഇന്നലെ പോലീസ് പിടികൂടിയത്. ഈ സംഭവത്തിൽ നിലവിൽ 10 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തിരൂർ സ്വദേശിയായ ധനീഷ് എന്ന വ്യക്തിയാണ് ഇതിന്റെ സംഘത്തലവൻ. അതോടൊപ്പം തന്നെ മറ്റ് മലപ്പുറം ജില്ലയിലെ 7 പേരും തിരുവനന്തപുരത്തുള്ള ഒരാളും ശിവകാശിയിലുള്ള ഒരാളുമാണ് പിടിയിലായിരിക്കുന്നത്. ശിവകാശിയിലും പൊള്ളാച്ചിയിലുമാണ് ഇത്തരത്തിലുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കുന്നത്. ഇവിടെ നിന്നും വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആധുനിക ഉപകരണങ്ങൾ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. ഹോളോഗ്രാം അടക്കമുള്ള മറ്റ് വ്യാജ സീലുകളും അടക്കമുള്ളവയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവർക്ക് എവിടെയൊക്കെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ ഏജന്റുമാരുണ്ട്. ആ ഏജന്റുമാരെ പിടികൂടാനുള്ള നടപടികളുമായിട്ടാണ് പൊന്നാനി പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ മാസമാണ് ഇർഷാദ് എന്ന യുവാവിനെ പോലീസ് പിടികൂടിയത്. ഇർഷാദിനെ തിരൂരിനടുത്തുള്ള ചമ്മവട്ടം എന്ന സ്ഥലത്ത് ഒരു വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിരുന്നു. ഇത് പോലീസ് അന്വേഷിച്ചു, പരിശോധിച്ചു. അവിടെ നിന്ന് വ്യാജ സീലുകൾ അടക്കം കണ്ടെത്തിയിരുന്നു. അതിനുശേഷം ഇർഷാദിനെ കസ്റ്റഡിയിൽ എടുത്തു. പിന്നീട് ഇർഷാദിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഈ പൊന്നാനിയിൽ ഇത്തരത്തിലുള്ള വലിയ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തുന്നതിനും അതോടൊപ്പം തന്നെ അതുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ പിടികൂടുന്നതിലേക്കും പോലീസിനെ എത്തിച്ചിരിക്കുന്നത്. ശരി, ശിവദാസ് കന്മനമാണ് വിശദാംശങ്ങൾ നൽകിയത്.